നമസ്കാരം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. IB ഉദ്യോഗസ്ഥ ഗർഭചിത്രത്തിന് തയ്യാറായതിന് പിന്നിലും IB ഉദ്യോഗസ്ഥനായ ആൺ സുഹൃത്തിൻ്റെ ബുദ്ധിയാണെന്നാണ് മനസ്സിലാവുന്നത്. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയെ സുഹൃത്തായ സുകാന്ത് ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചത് വ്യാജരേഖകൾ തയ്യാറാക്കിയെന്ന സ്ഥിരീകരണം. ഗർഭചിത്രത്തിന് പിന്നാലെ പ്രണയബന്ധത്തിൽ നിന്നും സുകാന്ത് പിന്മാറുകയും ചെയ്തു. വിവാഹത്തിന് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന സന്ദേശം പെൺകുട്ടിയുടെ അമ്മയ്ക്കാണ് സുകാന്ത് അയച്ചതെന്നും പോലീസ് കണ്ടെത്തി. ഇതോടെ കാര്യം കഴിഞ്ഞപ്പോൾ സുകാന്ത് കൈയൊഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സുകാന്ത് വിശദീകരിച്ചതെല്ലാം കളവാണെന്ന സൂചനകളാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ സുകാന്തിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കാനായി പോലീസ് കോടതിയിൽ അറിയിക്കും. ഇരുവരും വിവാഹിതരായെന്ന് തെളിയിക്കുന്ന രേഖകളാണ് വ്യാജമായി സുകാന്ത് തയ്യാറാക്കിയത്. വ്യാജ കല്യാണ ക്ഷണക്കത്ത് ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയതെന്ന് തെളിയിക്കുന്ന ചികിത്സാ രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. യുവതിയുടെ കുടുംബമാണ് ഈ രേഖകൾ പോലീസിന് കൈമാറിയത്. ഇതോടെയാണ് അന്വേഷണം പുതിയ തലത്തിലെത്തിയത്. സുകാന്തിനെതിരെ പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥയുടെ കുടുംബവും ഗർഭചിത്രത്തിന്റെ അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ നൽകാനാണ് പോലീസിന്റെ തീരുമാനം. ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ഇന്നലെയാണ് സുകാന്തിനെ പ്രതി ചേർത്തത്. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥനായ സുകാന്ത് നിലവിൽ ഒളിവിലാണ്. 3.25 ലക്ഷത്തോളം രൂപയാണ് IB ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് പല തവണയായി മാറ്റിയത്. ഇതേച്ചൊല്ലി ഇരുവരും തർക്കമായി. ഇതും നിരാശയുമാണ് IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കുന്നതിന് കാരണമായതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. IB ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്നാണ് വ്യാജമായി സുകാന്ത് തയ്യാറാക്കിയ വിവാഹ ക്ഷണക്കത്ത് പോലീസിന് ലഭിച്ചത്. IB ഉദ്യോഗസ്ഥർ ട്രെയിൻ തട്ടി മരിച്ചതിൽ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയായിരുന്നു സുകാന്ത് ജാമ്യ ഹർജി നൽകിയത്. തങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും വീട്ടുകാർ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തെന്നും ഹർജിയിലുണ്ട്. വീട്ടുകാരുടെ നിലപാടിൽ യുവതി നിരാശയിലായിരുന്നുവെന്നും സുകാന്ത് ഹർജിയിൽ പറയുന്നു. ബന്ധം തുടരാൻ തീരുമാനിച്ച് തങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിൻ്റെ കാരണം മാതാപിതാക്കളുടെ സമ്മർദ്ദവും വിഷമവുമാണെന്നും സുകാന്ത് ആരോപിക്കുന്നു. വീട്ടുകാർ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജോൾസിനുമായ അഭിപ്രായം തേടിയ യുവതിയുടെ വീട്ടുകാർ സുകാന്തുമായുള്ള ബന്ധം തുടരുന്നതിനെ രൂക്ഷമായി എതിർത്തിരുന്നുവെന്നും സുകാന്ത് പറഞ്ഞിരിക്കുന്നത്. വൈകാരികമായും മാനസികമായും ഏറെ അടുപ്പത്തിലായിരുന്നു തങ്ങളെന്നാണ് സുകാന്ത് അവകാശപ്പെടുന്നത്. എന്നാൽ ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങളിൽ സുകാന്ത് കോടതിയിൽ വിശദീകരണം നൽകിയിട്ടില്ല. തിരുവനന്തപുരം പേട്ട പോലീസാണ് സുകാന്തിനെതിരെ കേസെടുത്തത്. മാർച്ച് 24-നാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം IB ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുകാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകൾ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി. അതേസമയം ഫെബ്രുവരി മാസത്തെ ശമ്പളം അടക്കം മലപ്പുറം സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് മകൾ ട്രാൻസ്ഫർ ചെയ്ത് നൽകി. മരിക്കുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ കേവലം 80 രൂപ മാത്രമാണെന്നും പിതാവ് മധുസൂദനൻ പറയുന്നുണ്ട്. ഇക്കാര്യവും പേട്ട പോലീസ് പരിശോധിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. മേഘയുടെ അക്കൗണ്ട് വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. മകളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായതെന്നും കുടുംബം പറയുന്നു.